പറയളിയാ. ഹലോ എടാ, ഞാനേ ഡൗട്ട് ചോദിക്കാൻ വിളിച്ചാണ്. ഒരു 10K ബഡ്ജറ്റിനകത്ത് ഏതാണ് നല്ല ഫോണുള്ളത് ഓഫീസ് കാഷ്വൽ യൂസിനൊക്കെ വേണ്ടി? എടാ മോട്ടോയുടെ ബഡ്ജറ്റ് കുഴപ്പമില്ല, ഷവമിയുടെ യുവയുടെ ഒക്കെ കുഴപ്പമില്ല, അതൊക്കെ നല്ലതാണ്. അവരുടെ ബഡ്ജറ്റ് ഓഫറിങ് അത്യാവശ്യം വർക്കാവുന്നതാണ്. മോട്ടോ ഒരു ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന വാല്യൂ ഫോർ മണി അല്ലേ? ടെക്നോയുടെ സ്പാർക്ക് 30C. സോ ഗൈസ്, ഈ ഫോണിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ആൻഡ് ശരിക്കും നിങ്ങൾ 10,000 രൂപയ്ക്ക് നോക്കുകയാണെങ്കിൽ എന്താ 9,000 രൂപയ്ക്കകത്ത് എനിക്ക് തോന്നി ഏറ്റവും വാല്യൂ ഫോർ മണി ഫോണാണ്. അതിന് മുന്നേ ഗൈസ്, കഴിഞ്ഞ റിവ്യൂവിൽ ഒരു ബഡ്ജറ്റ് ടെക്നോ ഫോണിനെ കുറിച്ച് ഇച്ചിരി കൂടുതൽ കുറ്റം പറഞ്ഞപ്പം പൊങ്കാലിട്ടേനെ താങ്ക്സ്. വാട്സപ്പിലൊക്കെ വിളിച്ചതിനും വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. പക്ഷേ ഗൈസ്, ജെനുവിൻലി ഇത് എൻ്റെ റിവ്യൂ ആണ്, എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, കിട്ടില്ല ഓൾറൗണ്ടർ ഫോർ 8,000 അല്ലെങ്കിൽ 9,000 രൂപ. നമുക്ക് ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയാം. സി ഗൈസ്, ഇതൊരു ഓൾ പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനാണ്. ഓൾ പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിച്ചാൽ കംപ്ലീറ്റ് ത്രൂ ഔട്ട് പ്ലാസ്റ്റിക്കാണ്. ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിനൊന്നും ഞാൻ ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഈ വട്ടം ടെക്നോ തറയി വീണപ്പോൾ ചെറിയൊരു ഡെൻറ്റൊക്കെ വന്നുള്ളൂ, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് പറയാൻ പറ്റും അത്യാവശ്യം നല്ലോണം കോട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ അവർ നല്ലൊരു കേസ് തരുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ല ഹാൻഡി ആയിട്ട് ഡിവൈസ്, ഒരുപാട് വെയിറ്റ് ഒന്നും തോന്നിക്കില്ല. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. റിയലി ഗുഡ് ബിൽഡ് ക്വാളിറ്റി. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് IP54 പോലത്തെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ പ്രൈസ് റേഞ്ചിന് കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു ഈ ഫോണിന് മാത്രമേ ഉള്ളൂ. സോ ഗ്രേറ്റ് ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ ആസ്പെക്റ്റിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഒരു പ്രീമിയം ലുക്കാട്ടോ വെളിയിൽ നിന്നൊക്കെ ഈ ഫോൺ കണ്ടാൽ തോന്നുന്നത്. കാരണം ഇവരുടെ ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നൊരു പാറ്റേണും ഒരുപാട് ഗോൾഡ് ആക്സൻസും ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കര ഒരു 10-35,000 രൂപയുടെ ഒരു വിവോ ഫോണിൻ്റെ ഒക്കെ ലുക്ക് എവിടെയൊക്കെ മിമിക് ചെയ്യുന്നത് എനിക്ക് തോന്നി. ബട്ട് ഓൾ അറൗണ്ട് ഈ പ്രൈസിന് ഈ സെഗ്മെൻറ്റിൽ ഭയങ്കര സാറ്റിസ്ഫാക്ടറിയാണ്. രണ്ടാമത്തെ കേസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശരിക്കും ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അവിടെ നോക്കുമ്പോൾ ഇതിന് 4GB റാം ഉണ്ട്, 64 128GB ഇൻറ്റേർണൽ റോം ഉണ്ട്. അത് ഭയങ്കര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് ഞാൻ ഗെയിമർ അല്ലെങ്കിലും എനിക്ക് മനസ്സിലായത് സാധാരണക്കാരന് എൻ്റെ കണക്ക് വല്ലപ്പോഴും ഗെയിം കളിക്കുന്നതിന് PUBG ഒക്കെ കളിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കോമ്പറ്റീറ്റീവ് ഹൈ ഗെയിമിങ്ങിനൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരിക്കലും ഞാൻ ജഡ്ജ് ചെയ്യത്തില്ല. ഈ ഡേ ടു ഡേ യൂസേജിന് ഇപ്പം റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, ഫോട്ടോ എടുക്കുക, കോൾ എടുക്കുക, വെബ് സർഫ് ചെയ്യുക, അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല. ഇതിൻ്റെ റാം മാനേജ്മെൻറ്റിനകത്ത് എനിക്ക് ഇച്ചിരി കൂടെ എഫിഷ്യൻ്റ് ആക്കാമെന്ന് തോന്നിയത് എനിക്ക് എവിടേക്കൊക്കെ ഒരു ഫീൽ ചെയ്തു അങ്ങനെ. ബട്ട് ഓൾ അറൗണ്ട് പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ ഞാൻ പ്ലെൻറ്റി സാറ്റിസ്ഫൈഡ് ആണ്. ശരിക്കും ഈ പ്രൈസ് റേഞ്ചിൽ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Dimensity 6300 സീരീസ് ഓഫ് ചിപ്പ് നല്ലോണം ഈ ഫോണിന് വേണ്ടി ട്യൂൺ ചെയ്തിട്ടുമുണ്ട്. ഇനിയും എനിക്ക് അതിന് ഹീറ്റിംഗ് ആൻഡ് തെർമൽ സ്റ്റാൻഡ് പോയിന്റിൽ പറയുമ്പോൾ ഞാൻ ഗെയിമിങ് ഇച്ചിരി എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഇച്ചിരി നേരം കളിച്ച് നോക്കി. പക്ഷേ ചൂടായതൊന്നുമില്ല. ചൂടാവുന്ന പോലെ ചെറുതായിട്ട് മോമായപ്പോൾ ഭയങ്കരമായിട്ട് ഫ്രെയിം ഡ്രോപ്പ് ആയ ഫീലൊന്നും ഇല്ല. അതുകൊണ്ട് തെർമൽസൊക്കെ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ ബിഗ് തംസ് അപ്പ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് ബാറ്ററി ലൈഫിനെ കുറിച്ചാണെങ്കിൽ 5000 mAh ബാറ്ററി ലൈഫാണ്. ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. പിന്നെ അത്യാവശ്യം ബഡ്ജറ്റ് സീരീസ് ഓഫ് ചിപ്സെറ്റും കൂടെ വരും. നിങ്ങൾക്കൊരു 6+ hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം ഒക്കെ കിട്ടും. പിന്നെ നിങ്ങൾ അതിനകത്ത് 120 Hz ഡിസ്പ്ലേ ഓഫ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അതിനകത്തോട്ട് അതിലും കൂടുതൽ കിട്ടും കേട്ടോ. ഒരു പവർ സേവിങ് മോഡൊക്കെ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ടാൽ നല്ല ബാറ്ററി ലൈഫ്. അത്യാവശ്യം നിങ്ങളൊരു ഫുൾ ഡേ എങ്ങനെയൊക്കെയാണല്ലോ പവർ തരുന്ന രീതിയിലുള്ള ബാറ്ററി ലൈഫ്. 18 watt ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അത് ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് അല്ല. അപ്പോൾ ഡിസ്പ്ലേനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ 300 PPIക്ക് താഴെയുള്ള ഡിസ്പ്ലേ പാനൽ ആസ് എക്സ്പെക്റ്റഡ് ഈ പ്രൈസ് റേഞ്ചിൽ. LCD ആണ്, പക്ഷേ 120 Hz ഉണ്ട്. ഇതിന് അത്യാവശ്യം ഈ LCD പാനലിൽ കൂറെ LCD ഉണ്ട്, ചാത്തിന് LCD ഉണ്ട്, കുഴപ്പമില്ലാത്ത LCD ഉണ്ട്. എനിക്ക് ഈ കുഴപ്പമില്ലാത്ത LCDനകത്ത് അതിൻ്റെ കാറ്റഗറി ചെയ്യേണ്ടതെന്ന് തോന്നി. കാരണം വൈഡ് വൈൻ എൽബൻ ലൈസൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കണ്ടന്റ് കാണാനും ഈ മീഡിയ പ്രൊഡക്ടിവിറ്റിക്കും ഈ സിനിമ കാണാനും ഗെയിം കളിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വൃത്തിയായിട്ട ഫീൽ നിങ്ങൾക്ക് അടിച്ചിട്ടില്ല. ഓൾ അറൗണ്ട് ഡിസ്പ്ലേ ഈ പ്രൈസിന് ഭയങ്കരമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അഫ്കോഴ്സ് ഒരു AMOLED ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും 90 Hz ഈ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഭയങ്കര സ്മൂത്തുമാണ്, ബാറ്ററി ലൈഫും കിട്ടും. അതേപോലെ തന്നെ 120 Hz ഇടുമ്പോൾ എനിക്ക് ചിലപ്പോൾ സ്റ്റഡേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് നെവർദലെസ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല. ഡിസ്പ്ലേൻ്റെ എക്സ്പീരിയൻസിനെ എലിവേറ്റ് ചെയ്യുന്ന സ്പീക്കേഴ്സ് ഗൈസ്. ഇതിനകത്ത് ഡോൾബി അറ്റ്മോസിൻ്റെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. യെസ്, 8999 ഇരിക്കുന്ന ഈ ഡോൾബി അറ്റ്മോസിൻ്റെ ഡുവൽ സ്റ്റീരിയോസ് ഭയങ്കര ലൗഡാണ് കേട്ടോ. ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ എന്ന് പറയുന്നില്ലെങ്കിലും അണ്ടർ 10,000 റുപ്പീസിനകത്ത് ബെസ്റ്റ് സ്പീക്കർ ഇതാണെന്ന് എനിക്ക് ഒരു സംശയമില്ല, അത് പറയാൻ പറ്റും. പാട്ട് കേൾക്കാനുള്ള സിനിമ ആണെങ്കിലും നല്ല സെപ്പറേഷനും ഉണ്ട്. ഇത് നമുക്ക് മേളിൽ ഒരു സ്പീക്കർ വരുന്നുണ്ട്, മറ്റേ ഇയർ പീസ് അല്ലാതെ ഇതൊരു സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതും അത്യാവശ്യം കിട്ടുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. പിന്നെ വൈബ്രേഷൻ മോട്ടറിനെ കുറിച്ച് പറയാനുള്ള എടുത്ത് പറയാനൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൈബ്രേഷൻ മോട്ടർ. ഇനിയും എനിക്ക് ക്യാമറാസിനെ കുറിച്ച് പെട്ടെന്ന് പറയണം ഗൈസ്.
കുഴപ്പമില്ലാത്ത ക്യാമറ. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അമേസ് ചെയ്തെന്ന് വെച്ചാൽ സത്യം പറഞ്ഞില്ല, പക്ഷേ എന്നെ ലെറ്റ് ഡൗൺ ചെയ്തെന്ന് വെച്ചാലും ഇല്ല. ഇത് ഇവരുടെ AI ക്യാമറയും കോമ്പ്യൂട്ടേഷൻ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ കറക്റ്റ് നല്ലോണം പച്ചയൊക്കെ കയറിപ്പിക്കുക, നല്ലോണം ചോമ്പൊക്കെ കയറിപ്പിക്കുക, കുഴപ്പമില്ലാത്ത HDR-ഉം കാര്യങ്ങളൊക്കെ ഉണ്ട്. 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല. പക്ഷേ ഓൾ അറൗണ്ട് ഗൈസ് ക്യാമറ 48 MP ആണ്. അത്യാവശ്യം ഡീറ്റെയിൽഡ് ആൻഡ് ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. ലോ ലൈറ്റിൽ ശരിക്കും ഞാൻ ഇമ്പ്രസ് ആയി പോയിട്ടെ. ലോ ലൈറ്റിൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല ഫോട്ടോസൊക്കെ കിട്ടി 9,000 രൂപയുടെ ഫോണിൽ നിന്ന്. ജെനുവിൻലി ക്യാമറാസ് ആർ ഭയങ്കര മോശമൊന്നും അല്ലാത്തൊരു ക്യാമറ സിസ്റ്റം കേട്ടോ ഇതിനകത്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ 2 ക്യാമറയൊക്കെ ഉള്ള പോലെ തോന്നും, പക്ഷേ ഒരു ക്യാമറയേ ഉള്ളൂ. ഒരെണ്ണം IR ബ്ലാസ്റ്റർ പോലെ എനിക്ക് തോന്നി. IR ബ്ലാസ്റ്റർ എന്നെ സംബന്ധിച്ച് ചിലവർക്ക് ഹെൽപ്ഫുൾ ആണ്, ചിലവർക്ക് ഹെൽപ്ഫുൾ അല്ല. പക്ഷേ ആ സാധനം കൊടുക്കാനുള്ള മനസ്സ് അവർ കാണിച്ചതിൽ വളരെ നന്ദി. ബട്ട് ഓൾ അറൗണ്ട് ഗൈസ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ള ക്യാമറാസ് അത്യാവശ്യം നല്ലതാണ്, ബാറ്ററി ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ല, പെർഫോമൻസ് അടിപൊളിയാണ്, ഡിസ്പ്ലേ ആൻഡ് ഡിസൈൻ എല്ലായിടത്തും ചെക്ക് ചെയ്ത് നല്ലൊരു കിടിലം ഓൾറൗണ്ടറാണ് ഈ പ്രൈസിന്. ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോഴോ ഗൈസ് കുഴപ്പമില്ല ശരിക്കും. ഒരു ചൈനീസ് ക്ലട്ടേർഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. iOS എന്ന് പറഞ്ഞാൽ Android 14 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. ചില മോട്ടറോളേൻ്റെ കണക്കുള്ള കമ്പനിയെ കാട്ടിയും അപ്ഡേറ്റ്സ് ഇവർ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ഒക്കെ തരുന്ന ഒരു കമ്പനി ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹെസിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എവിടെ അത്യാവശ്യം ഇച്ചിരി കൂടെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് തോന്നി സോഫ്റ്റ്വെയറിന് വേണ്ടി. അവിടെ എവിടെയും ചെറിയ ലാഗ്സും സ്റ്റഡേഴ്സും ഒക്കെ ചോദിച്ചു. പിന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ചോദിച്ചപ്പം ഈ വാട്സാപ്പ് ഉപയോഗിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സ്റ്റക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഗൈസ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമിംഗ് ഫോണാണ്. പറയാനുള്ളത് നിങ്ങൾ 10,000 രൂപയ്ക്ക് അണ്ടർ ഒരു ഫോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാനുള്ള ഓഫീസ് യൂസ് ആണല്ലോ, പേഴ്സണൽ യൂസ് ആണല്ലോ, സെക്കൻഡറി ഡിവൈസ് ആണല്ലോ, ഇത് കൺസിഡർ ചെയ്യുക കേട്ടോ. ശരിക്കും നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഫോണാണ്. അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ സർവീസിനെ കുറിച്ചൊക്കെ കുറേ ഭയങ്കര നെഗറ്റീവ് ആണ്. പക്ഷേ ഇൻ ഹാൻഡ് പേഴ്സണൽ അഭിപ്രായം പറയാം, കരമനെ പോയാൽ നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളൊക്കെ ട്രിവാൻഡ്രത്തുണ്ട്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 3 ഫ്ലാഷ് ഉണ്ട് കേട്ടോ ഇവിടെ. ഫ്ലാഷിൻ്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ ഫുള്ള് ഫ്ലാഷാണ്. ഫ്രണ്ടിലും ഫ്ലാഷ് ഉണ്ട്, ബാക്കിലും ഫ്ലാഷ് ഉണ്ട്. ഇറ്റ്സ് ഗ്രേറ്റ് ഓൾ അറൗണ്ട്. എനിക്ക് പറയാനുള്ളത് എന്തായാലും ബാക്കിയുള്ള ഫോൺ കൺസിഡർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൺസിഡർ ചെയ്യുക. കമ്പനി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഫോണിനെ. ടെക്നോ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എന്നെ കണക്കുള്ള കൊച്ചു യൂട്യൂബേഴ്സിനൊക്കെ ഫോൺ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിവ്യൂ കിട്ടോ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അവർ നമ്മുടെ മാർക്കറ്റിലേക്ക് വരാനുള്ളൊരു എൻട്രി ആയിരിക്കും. ജെനുവിൻലി എനിക്കിപ്പോൾ ഈ ഫോണിനകത്ത് ഓഫേഴ്സും പ്രൈസിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. Sree Here. Talk to you guys later.